ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രണ്ടുപേർ ഒരു വലിയ കാടിന്റെ മുന്നിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിൽ ഒന്നാമത്തെയാൾ ഒരു ആവറേജ് ഇന്റലിജൻസ് ഉള്ള ആളാണ്. രണ്ടാമത്തെയാൾ എക്സ്ട്രീംലി സ്മാർട്ടായ ഭയങ്കര ബുദ്ധിമാനായ ഒരാളും. നിങ്ങൾ പറയൂ, ഇതിൽ ആരായിരിക്കും ആ കാട്ടിലേക്ക് ആദ്യം നടന്നു തുടങ്ങുക? മിക്കവരും പറയും തീർച്ചയായും ആ സ്മാർട്ടായ ആളായിരിക്കുമെന്ന്. എന്നാൽ റിയൽ ലൈഫിൽ നടക്കുന്നത് തികച്ചും വിപരീതമായ കാര്യമാണ്. ആ ആവറേജ് പേഴ്സൺ ആ കാട്ടിലേക്ക് നോക്കുമ്പോൾ ഒരൊറ്റ വഴി മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് അയാൾ ഒട്ടും ചിന്തിക്കാതെ ആ വഴിയിലൂടെ നടന്നു തുടങ്ങും. പക്ഷേ ആ സ്മാർട്ട് പേഴ്സൺ അതേ കാട്ടിലേക്ക് നോക്കുമ്പോൾ ഒരേ സമയം 10 വഴികളാണ് കാണുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വെയർ ദ പ്രിസൺ ഇസ് ബിൽറ്റ്. ലാസ്റ്റ് മിനിറ്റ് വരെ കാര്യങ്ങൾ നീട്ടിവെക്കുന്ന, അതായത് എപ്പോഴും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വിളിച്ചിട്ടുണ്ടാകുക ലേസി എന്നോ അൺഡിസിപ്ലിൻഡ് എന്നോ ഒക്കെ ആയിരിക്കും. പക്ഷേ എന്താണ് യഥാർത്ഥ സത്യം എന്നറിയാമോ? യുവർ പ്രൊക്രാസ്റ്റിനേഷൻ ഇസ് നോട്ട് എ ഫ്ലോ ഇൻ യുവർ വർക്ക് എത്തിക്. നിങ്ങളുടെ വർക്ക് എത്തിക്കിൻ്റെ ഒരു പോരായ്മയല്ല നിങ്ങളുടെ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അതൊരു പക്ഷേ നിങ്ങളുടെ ഉയർന്ന ഐക്യുവിൻ്റെ ഒരു ഡയറക്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ മടിയുള്ളത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. പകരം നിങ്ങളുടെ സ്വന്തം ചിന്തകളുടെ വോള്യം നിങ്ങളെ അത്രമാത്രം എക്സോസ്റ്റഡ്, ടയേർഡ് ആക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെറും ടൈം മാനേജ്മെന്റിനെ കുറിച്ചോ എങ്ങനെയെങ്കിലും ജോലി തീർക്കുക എന്നതിനെ കുറിച്ചോ അല്ല. അതിനപ്പുറം ഒരു ഡീപ്പ് തിങ്കർ ആകുന്നതിന്റെ സൈക്കോളജിക്കൽ ടാക്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബ്രെയിൻ മനഃപൂർവ്വം ഈ ഒരു പാരാലിസിസ് അല്ലെങ്കിൽ തളർച്ച തിരഞ്ഞെടുക്കുന്നത്? ഒരു സ്മാർട്ടായ വ്യക്തിക്ക് ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ടാസ്ക് കിട്ടുമ്പോൾ അവരുടെ ബ്രെയിൻ അതൊരു വെറും ജോലിയായിട്ടല്ല കാണുന്നത്. ഇൻസ്റ്റന്റായി അതൊരു ഹൈപ്പർ ഡീറ്റെയിൽഡ് മെന്റൽ സിമുലേഷൻ റൺ ചെയ്യാൻ തുടങ്ങും. അതായത് ആ ജോലി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും, അതിൽ വരാൻ പോകുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്, അതിൽ വരാൻ പോകുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ആളുകൾ എങ്ങനെയൊക്കെ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാം, ഇത് ഏതൊക്കെ രീതിയിൽ വിജയിക്കാം, ഇത് ഏതൊക്കെ രീതിയിൽ പരാജയപ്പെടാം, ഇതെല്ലാം വെറും 10 സെക്കൻഡിനുള്ളിൽ ഇവരുടെ മനസ്സിൽ മിന്നിമറയും. സൈക്കോളജിയിൽ ഇതിനെ ആൻറ്റിസിപ്പേറ്ററി ആങ്സൈറ്റി എന്ന് പറയും. മറ്റുള്ളവർക്ക് ആ ജോലി വളരെ സിമ്പിളായി തോന്നുമ്പോൾ നിങ്ങളുടെ ഇന്റലിജൻസ് കാരണം ആ ടാസ്ക് ഒരു ഹിമാലയ പർവ്വതം പോലെ വലുതായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ ബ്രെയിൻ എല്ലാ വഴികളെയും കുറിച്ച് ഒരേ സമയം കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇപ്പോൾ തന്നെ തുടങ്ങണോ, അതോ ഇനിയും റിസർച്ച് ചെയ്യണോ? ഇതിനേക്കാൾ നല്ലൊരു ഐഡിയ വേറെ ഉണ്ടാകുമോ? മറ്റുള്ളവർ ആലോചിക്കാതെ മുന്നോട്ട് നടക്കുമ്പോൾ സ്മാർട്ടായ ആളുകൾ അവിടെ തന്നെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. യു ആർ ട്രാപ്ഡ് ഇൻ ദ സെർച്ച് ഫോർ സർട്ടൻറ്റി. എല്ലാം തികച്ചും പെർഫെക്റ്റ് ആകണം, എല്ലാത്തിലും ഒരു ഗ്യാരണ്ടി വേണം എന്ന് സ്മാർട്ട് പീപ്പിൾ വിചാരിക്കും. അവർ വിചാരിക്കുന്നത് റിസർച്ച് ചെയ്യുന്നതും പ്ലാൻ ചെയ്യുന്നതും മണിക്കൂറുകളോളം ഗൂഗിൾ ചെയ്യുന്നതുമൊക്കെ പ്രോഗ്രസ് ആണെന്നാണ്. പക്ഷേ നീന്തൽ പഠിക്കുന്ന കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കാം, ട്യൂട്ടോറിയൽസ് കാണാം, അതിൻ്റെ മെക്കാനിക്സ് പഠിക്കാം. പക്ഷേ ഒടുവിൽ യു ഹാവ് ടു ഗെറ്റ് വെറ്റ്. വെള്ളത്തിൽ ഇറങ്ങാതെ നീന്തൽ പഠിക്കാൻ പറ്റില്ല. നോളജ് ക്യാൻ പ്രിപ്പയർ യു, ഓൺലി ആക്ഷൻ ക്യാൻ ടീച്ച് യു. സ്മാർട്ട് പീപ്പിൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ മറ്റൊരു ഡാർക്ക് റീസൺ കൂടിയുണ്ട്. അതിനെക്കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല. നിങ്ങളുടെ ഐഡന്റിറ്റി എപ്പോഴും ആ ബുദ്ധിമാൻ അല്ലെങ്കിൽ സ്മാർട്ട് പേഴ്സൺ എന്ന ഇമേജുമായി ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ ഭയങ്കര കഴിവുള്ള ഒരാളാണെങ്കിൽ അവിടെ പരാജയപ്പെടുക എന്നത് നിങ്ങളുടെ ഈഗോയ്ക്ക് വലിയൊരു ഭീഷണിയാണ്. ഞാൻ എൻ്റെ 100% എഫേർട്ട് എടുത്ത് 2 ആഴ്ച ഇരുന്ന് ഒരു കാര്യം ചെയ്തിട്ട് അത് വെറും ആവറേജ് ആയി പോയാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന ഭയം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അപ്പോഴാണ് ബ്രെയിൻ വളരെ ക്ലെവറായ ഒരു ഡിഫൻസ് മെക്കാനിസം പുറത്തെടുക്കുന്നത്, അഡ്രിനാലിൻ ഒപ്റ്റിമൈസേഷൻ. നിങ്ങൾ ആ ഡെഡ്ലൈനിൻ്റെ തൊട്ടുമേലത്തെ ദിവസം രാത്രി വരെ ആ ജോലി ചെയ്യാതെ മാറ്റിവെക്കും. ആ ലാസ്റ്റ് മിനിറ്റിലെ പാനിക് തരുന്ന ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ,
അതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റൂ. ഒടുവിൽ വെറും 3 മണിക്കൂർ ഉറങ്ങി നിങ്ങൾ ആ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യും. അത്യാവശ്യം നല്ല മാർക്കോ റിസൾട്ടോ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഈഗോ സേഫാണ്. നിങ്ങൾക്ക് സ്വയം പറയാം, ഞാൻ വെറും ഒരു രാത്രി ഇരുന്ന് ചെയ്തപ്പോഴാണ് ഇത് ഇത്രയും നന്നായത്. അപ്പോൾ പിന്നെ ഒരാഴ്ച എടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഇത് എവിടെ എത്തിയേനെ? അതായത് നിങ്ങളുടെ ആ ട്രൂ പൊട്ടൻഷ്യൽ ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഷീൽഡ് മാത്രമാണ് നിങ്ങളുടെ പ്രൊക്രാസ്റ്റിനേഷൻ. ബട്ട് പൊട്ടൻഷ്യൽ ഈസ് എ ഡേഞ്ചറസ് അഡിക്ഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ എത്ര വലിയ ബുദ്ധിമാനാണ് എന്നതൊന്നും ഈ ലോകത്തിന് വിഷയമല്ല. നിങ്ങളുടെ തലയ്ക്കകത്തിരിക്കുന്ന ബിസിനസ് ഐഡിയയോ എഴുതാത്ത പുസ്തകങ്ങളോ ലോകത്തെ മാറ്റാൻ പോകുന്നില്ല. പൊട്ടൻഷ്യൽ ഓൺലി ഹാസ് വാല്യൂ വെൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റിയാലിറ്റി. ലോകം റിവാർഡ് ചെയ്യുന്നത് നിങ്ങളുടെ പൊട്ടൻഷ്യലിനെ അല്ല, നിങ്ങളുടെ എക്സിക്യൂഷനെയാണ്. ഇനി നിങ്ങളുടെ കാഴ്ചപ്പാടിനെ മാറ്റാൻ പോകുന്ന ആ ഒരു സത്യം ഞാൻ പറയട്ടെ. പ്രൊക്രാസ്റ്റിനേഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ അല്ല. മിക്ക ആളുകളും വിചാരിക്കുന്നത് ആദ്യം മോട്ടിവേഷൻ വരണം, അതിനുശേഷമേ ആക്ഷൻ ഉണ്ടാകൂ എന്നാണ്. എന്നാൽ സക്സസ്ഫുൾ ആയ ആളുകളെ നോക്കൂ, അവിടെ നടക്കുന്നത് നേരെ തിരിച്ചാണ്. ആക്ഷൻ കംസ് ഫസ്റ്റ്, മോട്ടിവേഷൻ കംസ് സെക്കൻഡ്. നിങ്ങൾ ആദ്യം തുടങ്ങുക, അപ്പോൾ അതിൻ്റെ ആ ഒരു മൊമെൻറ്റം തനിയെ വരും. നിങ്ങൾ മുന്നോട്ട് നീങ്ങുക, അപ്പോൾ കോൺഫിഡൻസ് തനിയെ ഉണ്ടാകും. നിങ്ങൾ പ്രവർത്തിക്കുക, അപ്പോൾ ക്ലാരിറ്റി തനിയെ വരും. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ കോൺഫിഡൻസ് ആവശ്യമില്ല. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ക്രിയേറ്റ്സ് കോൺഫിഡൻസ്. സ്മാർട്ടായിട്ടുള്ള ആളുകൾ എല്ലാം അറിഞ്ഞതിനു ശേഷം തുടങ്ങാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുമ്പോൾ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ ഒന്നും അറിയുന്നതിനു മുൻപ് തന്നെ ചാടിപ്പുറപ്പെടും. ഒടുവിൽ സ്മാർട്ടായ ആളുകൾ റെഡിയായി വരുമ്പോഴേക്കും മറ്റേയാൾ ഒരുപാട് ദൂരം മുന്നിലെത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനി മുതൽ ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങനെ കൂടുതൽ നന്നായി ചിന്തിക്കും എന്ന് ചോദിക്കുന്നതിനു പകരം സ്വയം ചോദിക്കേണ്ടത്, അടുത്ത 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഒരു മെസ്സി ഇംപെർഫെക്റ്റ് ആക്ഷൻ എന്താണ് എന്നാണ്. നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, റൈറ്റ് നൗ, ഈ 5 മിനിറ്റിൽ. നിങ്ങളുടെ അറിവല്ല നിങ്ങളുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കുന്നത്. ആ അറിവ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതാണ്. ലോകത്ത് വിജയിക്കാത്ത സ്വപ്നങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് ബുദ്ധിമാന്മാരുണ്ട്. ഡോണ്ട് ബിക്കം വൺ ഓഫ് ദെം. തിങ്ക് ലെസ്, സ്റ്റാർട്ട് സൂണോ, ലേൺ വൈൽ മൂവിങ്. ഓർക്കുക, നിങ്ങൾ ഇപ്പോൾ എവിടെയാണോ അവിടെ നിന്നും നിങ്ങൾക്ക് ആകേണ്ട സ്ഥാനത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരിക്കലും അറിവല്ല, അത് നിങ്ങളുടെ ആക്ഷൻ മാത്രമാണ്. പക്ഷേ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ പ്രൊക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ശീലം, അതൊരു തുടക്കം മാത്രമാണ്. ദിവസേനയുള്ള ഈ മാറ്റിവെക്കൽ വർഷങ്ങളോളം തുടരുമ്പോൾ നിങ്ങളുടെ ലൈഫിന് എന്ത് സംഭവിക്കും? നിങ്ങൾ എത്ര വലിയ ബുദ്ധിമാനാണെങ്കിലും എത്ര വലിയ കഴിവുള്ള ആളാണെങ്കിലും ജീവിതത്തിൽ ഒരിടത്തും എത്താതെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിന് കാരണം ഈ പ്രൊക്രാസ്റ്റിനേഷൻ മാത്രമല്ല, നമ്മൾ ആരും തിരിച്ചറിയാത്ത, നമ്മളെ ആരും പഠിപ്പിക്കാത്ത മറ്റു ചില അപകടകരമായ കാരണങ്ങൾ കൂടിയുണ്ട്. നിങ്ങളുടെ ആ ഹൈ ഇൻ്റലിജൻസ് നിങ്ങളെ എങ്ങനെയാണ് ഒരു ആവറേജ് ലൈഫിലേക്ക് ലോക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡായി സംസാരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഏത് ചിന്തയിലാണ് സ്റ്റക്കായിരിക്കുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. ആ അടുത്ത വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കൂ. ലെറ്റ്സ് ബ്രേക്ക് ദ ലൂപ്പ്. Keep smiling, stay inspired.